പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. സ്നേഹമുള്ളവരെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, സുഖമായിട്ടിരിക്കുന്നോ നിങ്ങൾ? കൽതായി മീഡിയയിലൂടെ സംരക്ഷണം ചെയ്യുന്ന മന്നായുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വലിയ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഒരാഴ്ച ഒരു വലിയ ഒരുക്കത്തിൻ്റെ ഒരാഴ്ചയാണ് കേട്ടോ. ഈ വെള്ളിയാഴ്ച, വരുന്ന വെള്ളിയാഴ്ച ആഗസ്റ്റ് 15-ാം തീയതി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വേർപാടിൻ്റെ തിരുനാൾ. സുറിയാനിയിൽ നമ്മൾ ശൂനായ, വേർപാട്, ചില സഭകളിൽ, മറ്റ് സഹോദരി സഭകളിൽ വാങ്ങിപ്പ്, സ്വർഗാരോഹണം, സ്വർഗാരൂപിതം, അങ്ങനെ വിവിധ പദങ്ങളെ കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു മനോഹരമായൊരു ദിവസത്തിലേക്ക് സഭ നടന്നെടുക്കുകയാണ്. അന്ന് ഇന്ത്യ മഹാരാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യദിനം കൂടി ആഘോഷിക്കുന്ന മഹത്തായൊരു ദിനം കൂടിയാണ് ഈ വരുന്ന വെള്ളിയാഴ്ച ഓഗസ്റ്റ് 15-ാം തീയതി. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം മറിയത്തിൻ്റെ ചില വലിയ ചിന്തകളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ സമയം, എങ്കിലും കുറച്ച് സമയം മറിയത്തെക്കുറിച്ചൊന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. മറിയമേ, നീ ഭാഗ്യമുള്ളവൾ, നീ ദൈവത്തോട് മുഖാമുഖം സംസാരിച്ചവളാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പറയാമോ? മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. ലൂക്കോസ് 2:19. മനോഹരമാണ്. ധ്യാനിക്കാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കുക കർത്താവുമായിട്ട് അത്രയ്ക്ക് അടുപ്പം വരുമ്പോൾ മാത്രമേ സാധിക്കുള്ളൂ കേട്ടോ. കർത്താവുമായിട്ട് അടുപ്പത്തോടുകൂടി ധ്യാനിക്കാനായിട്ട് നമുക്ക് സാധിക്കുക ഏറ്റവും മനസമാധാനത്തോടെ എൻ്റെ തമ്പുരാനുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന സമയങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഓർക്കുമായിരുന്നു, വലിയൊരു പരാതിയല്ല, ഒരു മാറ്റപ്പെടേണ്ട ഒരു കാര്യം. പലപ്പോഴും ദേവാലയങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ആരാധനകൾ, വിശുദ്ധ കുർബാനകൾ, ഉപവാസ പ്രാർത്ഥനകൾ, ഭവനത്തിൻ്റെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ പലപ്പോഴും നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു വലിയൊരു ആത്മീയ തലമാണ് ഈ ധ്യാന ചിന്ത, ഈ ധ്യാനാത്മകമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനാ രൂപങ്ങൾ. അവർ ഏറ്റവും അധികം ഈ മേഖലയിൽ ഒരു ആത്മീയ തലത്തിൽ ചിന്തിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് മറിയത്തിൻ്റെ. ചെറുപ്പത്തിലെ അനാഥയായിത്തീർന്ന, തൻ്റെ ശിഷ്ടകാലം മുഴുവൻ ജെറുസലേം ദേവാലയത്തിൽ ധൂപാർച്ചനയായിട്ട് ജീവിതം മുൻപോട്ട് നീക്കുമ്പോഴാണ് 13 വയസ്സിലൊരു മനസ്സമ്മതത്തിനായിട്ട് അവളെ വിളിക്കുന്നത് കേട്ടോ. ഗബ്രിയേൽ മാലാഖ, നിനക്ക് സാധിക്കുമോ മറിയെ രക്ഷകൻ്റെ അമ്മയാകാനായിട്ട്? കഠിനമാണ് ആ വിളി. 13 വയസ്സിൽ വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുമ്പോൾ, വിവാഹത്തിന് മുൻപേ ഗർഭിണിയാണെന്നറിഞ്ഞാൽ മരണം സുനിശ്ചിതമാണ്. എന്നിട്ട് അവൾ അതിനോടൊരു എസ് പറയുന്നുണ്ട്. വലിയ വിഷമമുണ്ടായി കാണും, ജീവിത അപകടത്തിലാണെന്ന് അറിഞ്ഞു കാണും. എങ്കിലും അവൾ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിന് ഒരർത്ഥമുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചേക്കണം അച്ഛനെ. ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിന് വലിയൊരർത്ഥമുണ്ട്. ദൈവത്തോട് അവൾ സംസാരിച്ചു. എപ്പോഴാണ് നമുക്ക് ഹൃദയത്തിൽ അടക്കി വെക്കാൻ സാധിക്കാതെ വരാം? ചില വഴക്കുകൾ, ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഭിന്നതകളൊക്കെ ഉണ്ടാകുമ്പോഴേ തമ്പുരാനുമായിട്ടുള്ള ആ ബന്ധം, അല്ലെങ്കിൽ തമ്പുരാനോട്, ദൈവത്തോട് സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ പെറുപിറുക്കാൻ തുടങ്ങും. ചിലർ കലവില കൂട്ടാൻ തുടങ്ങും, ഏഷണി പറയാൻ തുടങ്ങും, ബള്ളു പറയാൻ തുടങ്ങും, വേണ്ടാധീനങ്ങൾ, വികടം പറയാനായിട്ട് തുടങ്ങും.
പക്ഷെ കർത്താവ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിലോ നമുക്ക് ശാന്തമായിട്ടിരിക്കാൻ സാധിക്കും കേട്ടോ. എൻ്റെ അമ്മയുടെ ജീവിതം ഒന്ന് നോക്കിയേ, മറിയത്തിൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ച്. വിവാഹത്തിന് മുൻപേ ഗർഭിണിയാകാനായിട്ട് വിധിക്കപ്പെട്ടവൾ. എന്തൊക്കെ പറഞ്ഞാലും അതൊരു ബാഡ് മാർക്കാണ്. ലോകത്തിനു മുൻപിൽ അവൾ അപമാനിതയാണ്. ക്രിസ്തുവിൻ്റെ ജനനശേഷം അവനെയും കൊണ്ട് ഓടേണ്ടി വന്നു. വലിയൊരുണ്ട് പലായനം ചെയ്യേണ്ടി വന്നു. അവൻ വളർന്ന് ഒരു യുവാവായിട്ട് മാറിയപ്പോഴോ ഈ സമൂഹം മുഴുവൻ അവനെതിരെ നിൽക്കുന്നേ. അവൻ ചുങ്കക്കാരോട് കൂടിയാണ്, വേശ്യകളോടുകൂടിയാണ്, സമൂഹത്തിനെതിരാണ്, അധികാരികൾക്കെതിരാണ്. അവൻ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. പരാതികളായി അമ്മയ്ക്ക് എപ്പോഴും കിട്ടുന്ന കേട്ടോ. അവൻ്റെ അവസാന സമയത്തോ ഒരമ്മയ്ക്കും കണ്ടു നിൽക്കാൻ സാധിക്കാത്ത തരത്തിൽ ആരൊക്കെയോ ചേർന്ന് സ്വന്തം മകനെ പിച്ചി ചീന്തുന്ന കാഴ്ചകൾ. ഞാൻ പറയാ, അവൾ ശാന്തമായിട്ടിരുന്ന് ദൈവത്തെ മുഖാമുഖം കണ്ട് സംസാരിച്ചു. അതുകൊണ്ട് മാത്രമേ പുള്ളിക്കാരത്തിക്ക് ഈ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചുള്ളൂ. ഇല്ലെങ്കിൽ പണ്ടേ പാടെ തകർന്നു പോയേനെ. നിൻ്റെ ജീവിതത്തിലും വരും ഇതുപോലെ തകർന്നു പോകുന്ന, വേദനപ്പെട്ടു പോകുന്ന, ഏറ്റവും അധികം ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന, നിൻ്റെ ഹൃദയത്തിലൂടെ വാൾ കടക്കുന്ന രീതിയിലുള്ള തിക്താനുഭവങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ. പിറുപിറുക്കാൻ പോണ്ട കേട്ടോ, തല്ല് പിടിക്കാൻ പോണ്ട കേട്ടോ. മറ്റവനെ കുറിച്ചുള്ള ബലഹീനതകൾ, അവന് സംഭവിച്ച കുറവുകൾ ഈ ലോകം മുഴുവൻ പാടി നടക്കാനൊന്നും പോകണ്ട കേട്ടോ. ഹൃദയത്തിൽ സംഗ്രഹിക്കേ, ധ്യാനിക്കേ, എൻ്റെ ദൈവത്തെ മുഖാമുഖം കണ്ട് സംസാരിക്കുക. അവിടെയൊക്കെയാണ് വ്യക്തിപരമായ പ്രാർത്ഥനകൾക്കൊക്കെ വലിയൊരു സ്ഥാനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇച്ചിരി സമയം ഒന്ന് കണ്ണടച്ച് എല്ലാ ചിന്തകളൊക്കെ ഒന്ന് വെടിഞ്ഞ് ദൈവസന്നിധിയിലായിരിക്കെ കർത്താവ് നിൻ്റെ മുൻപിലേക്ക് കടന്നു വരും. ക്രിസ്തുവിൻ്റെ മരണശേഷമേ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ആ ഒരു വേളയുണ്ട്. സഭ പെന്തക്കോസ്താ ദിനമായിട്ട് ആചരിക്കുന്ന ദിനം. ഈ 12 ശിഷ്യന്മാരുടെയും നടുക്കിൽ അവർക്കൊരു ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് അവിടെ മറിയുണ്ട് കേട്ടോ. ഒരു കൂട്ടായ്മയിലൂടെ അവർ പിടിച്ചു നിർത്തിയൊരമ്മ. ഞാൻ പറയാം, നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഇടവകയിലൊക്കെ ഇതുപോലൊരു മറിയം വേണം, പിടിച്ചു നിർത്താൻ. ചില ഭിന്നതകളും കലഹങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവവുമായിട്ട് മുഖാമുഖം സംസാരിക്കാൻ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മച്ചിമാരെ, നമ്മുടെ കുടുംബത്തിലെ ഒരു മറിയായി തീരാൻ നമുക്ക് സാധിക്കണം. പിന്നെ അപ്പച്ചന്മാരെ, തമ്പുരാൻ്റെ മുൻപിൽ ദൈവത്തോട് സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷ പോലെയൊന്നും അല്ല നമ്മുടെ മക്കൾ നമ്മളോട് സംസാരിക്കുക, നമ്മുടെ ഇണ സംസാരിക്കുക. എൻ്റെ കൂട്ടുകാരും അയൽക്കാരനൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതിന് ഘടകവിരുദ്ധമായിട്ട് എനിക്കെതിരെ നിൽക്കുമ്പോൾ ദൈവവുമായിട്ട് മുഖാമുഖം സംസാരിക്കാൻ ഒരിച്ചിരി സമയം ഒന്ന് ചിന്തിക്കാൻ. അതാണ് എപ്പോഴും പറയും, ഒന്നൊന്ന് ധ്യാനിക്കാൻ, ശാന്തമായിട്ടിരിക്കാൻ. ഈ ദിനങ്ങൾ നമുക്ക് സാധിക്കട്ടെ. ഈ മന്നായിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നത് അത് തന്നെയാണ്. ഒന്ന് ശാന്തമായി ഹൃദയത്തിലൊന്ന് എൻ്റെ വചനത്തെ ഒന്ന് സംഗ്രഹിച്ച് ദൈവത്തെ മുഖാമുഖം ഒന്ന് കണ്ടേ. എൻ്റെ അമ്മയെപ്പോലെ, ആ മറിയം ചെയ്തതുപോലെ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജോലി മേഖലയിൽ ഞാൻ ഇടപെടുന്ന വ്യക്തികളോടൊക്കെ ഒന്ന് ശാന്തതയോടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനചിന്തയോടെ കാണാൻ, കേൾക്കാൻ, സംസാരിക്കാൻ, പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ചിലപ്പോഴൊക്കെ കെട്ടുവിട്ടു പോകും കേട്ടോ. നമ്മളൊക്കെ മനുഷ്യരാ, ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്. അനുതപിച്ചു കഴിഞ്ഞാൽ എൻ്റെ പിതാവ്, എൻ്റെ കർത്താവ് തീർച്ചയായിട്ടും അതിന് നിനക്ക് ക്ഷമ ലഭിക്കും, പാപമോചനം ലഭിക്കും. നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനും ഈ ഒരാഴ്ച മുഴുവൻ ചിന്തിക്കാം. മറിയത്തിൻ്റെ വേർപാടിൻ്റെ ദിനങ്ങൾ, ആ ജീവിതത്തിലൂടെ എനിക്ക് ലഭിച്ച ചില കാഴ്ചകൾ, വിചിന്തനങ്ങളെല്ലാം ചിന്തിക്കാൻ. പ്രത്യേകിച്ച് ഒരു പുതിയൊരു സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആ ദിനങ്ങൾ ഈ രാജ്യം, നമ്മുടെ രാജ്യം ആഘോഷിക്കുമ്പോൾ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ. ഇനി എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കേണ്ട മേഖലകളുണ്ടോ? ആത്മീയ മേഖലകളുണ്ടെങ്കിൽ നമ്മളതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളടച്ച്
കർത്താവ് ദൈവത്തോട് മുഖാമുഖം സംസാരിക്കാൻ, പ്രത്യേകിച്ച് എനിക്കെതിരെ, ഞങ്ങൾക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ പരാതികളും വള്ളുപറച്ചിലുകളും, സാത്താൻ ഞങ്ങളെ പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള പല മേഖലകളും കടന്നു വരുമ്പോൾ അങ്ങയുടെ ഹിതം തിരിച്ചറിയുവാൻ, ശാന്തമായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകിയേക്കണം. തെറ്റുകൾ ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ഈ ദിനം മുഴുവൻ, ഈ ഒരാഴ്ച മുഴുവൻ അങ്ങയുടെ സന്നിധിയിൽ അണയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും, പ്രത്യേകമായിട്ട് സഭ ആഘോഷിക്കുന്ന ഈ തിരുനാളുകൾ, പ്രത്യേകിച്ച് ഈ വേർപാട് തിരുനാൾ, സ്വാതന്ത്ര്യ ദിനത്തിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് ഈ ദിനങ്ങൾ ആചരിക്കുവാൻ, ആഘോഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപയും ശക്തിയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. നല്ല മനോഹരമായൊരാഴ്ചയായി തീരട്ടെ.